അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാമ്പത്യം ആജീവനാന്താനന്ദത്തിന് എന്ന പേരിൽ അബൂബക്കർ ഷെർവാനി എഴുതിയ പുസ്തകത്തിന്റെ 5-ാമത്തെ ഭാഗം. തികച്ചും വ്യത്യസ്തമായ ശരീരഘടനയാണ് സ്ത്രീക്കും പുരുഷനും പ്രകൃതി നൽകിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത ഈ വൈവിധ്യവും വൈരുദ്ധ്യവും തന്നെയല്ലേ മനുഷ്യജീവിതത്തിലെ ലൈംഗികതയ്ക്ക് ഇത്രമേൽ ആസ്വാദനവും ആനന്ദവും പകരുന്നത്. പുരുഷനെ അപേക്ഷിച്ച് ഏറെ സങ്കീർണമാണ് സ്ത്രീയുടെ ശരീരഘടന. പ്രത്യുൽപാദനത്തിൽ പുരുഷനേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് സ്ത്രീയാണല്ലോ. പുരുഷന് ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്ന ജോലിയാണ് തന്റെ വൃഷണത്തിൽ ഉൽപ്പാദിപ്പിച്ച ബീജം സ്ത്രീ ശരീരത്തിൽ ഗർഭപാത്രത്തിൽ എത്തിക്കുക എന്നത്. ഇതിൽ കവിഞ്ഞൊന്നും പുരുഷന് ചെയ്യാനില്ല. എന്നാൽ സ്ത്രീയുടെ കാര്യം ഇതല്ല. പുരുഷ ബീജം അണ്ഡവുമായി സന്ധിക്കുന്നതോടെ അവളുടെ പങ്ക് അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ശരീരത്തിൽ വെച്ചാണ് ബീജസങ്കലനം നടക്കുന്നത്. പുരുഷ ബീജത്തെ വളർത്തി വലുതാക്കി മനുഷ്യ ശരീരം സൃഷ്ടിച്ച് ഒരു പൂർണ്ണ മനുഷ്യനാക്കി പ്രസവിക്കുക എന്ന ഏറ്റവും സങ്കീർണവും വിപുലവുമായ പ്രക്രിയക്ക് വിധേയമാക്കപ്പെടുന്നത് സ്ത്രീയാണ്. കടുത്ത വേദന സഹിച്ച് പ്രസവിക്കുന്നതും പിന്നീട് കുഞ്ഞിന് മുലയൂട്ടി വളർത്തുന്നതും അവളാണ്. കടുത്ത വേദന സഹിക്കുന്നത് പഴയ കാലത്താണ്. അപ്പോൾ പ്രത്യുൽപാദന പ്രക്രിയയിൽ സ്ത്രീ വഹിക്കുന്ന അതിമഹത്തായ പങ്ക് വളരെയേറെയാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഇതിനൊക്കെ സഹായകരമായ തരത്തിലാണ് സ്ത്രീ ശരീരം ജനനേന്ദ്രിയങ്ങളും മറ്റും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പുരുഷന് ഈ പ്രജനനത്തിന് വലിയ പങ്കില്ലാത്തതുകൊണ്ട് ബീജനിർമ്മാണത്തിന് മാത്രമായ ലൈംഗികാവയവങ്ങൾ മാത്രമാണ് അവന് ഉള്ളത്. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടിവസ്തുക്കളെല്ലാം കഴിഞ്ഞുപോയി. സ്ത്രീയുടെ ജനനം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടിവസ്തുക്കളെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ സൃഷ്ടാവ് പൂന്തിങ്കളിന്റെ വൃത്യത്തെയും വള്ളികളുടെ വളവുകളെയും പുറത്തു ചുറ്റിക്കയറുന്ന വള്ളിച്ചെടിയുടെ ശീലത്തെയും പുൽക്കൊടിയുടെ വിറയെയും ഓടപ്പുല്ലിന്റെ നൈർമല്യത്തെയും പൂക്കളുടെ നിറപ്പകിട്ടിനെയും ഇളം തളിരുകളുടെ ലാഘവത്തെയും പുള്ളിമാന്റെ കടക്കൻ നോട്ടത്തെയും തേനീച്ചക്കൂട്ടങ്ങളുടെ പംക്തിശോഭയെയും സൂര്യരശ്മിയുടെ പ്രസാദാത്മകമായ ആഹ്ലാദ വായ്പിനെയും മേഘത്തിന്റെ കണ്ണീർ വായ്പിനെയും കാറ്റിന്റെ അസ്ഥിരതയെയും മുയലിന്റെ വീരുത്വത്തെയും മയിലിന്റെ സൗന്ദര്യ ഡംബിനെയും കിളിനെഞ്ചിലെ തൂവലിന്റെ മാർദ്ദവത്തെയും വജ്രശിലയുടെ കാഠിന്യത്തെയും ശൈത്യമകറ്റുന്ന അഗ്നിജ്വാലകളുടെ താപത്തെയും മഞ്ഞിന്റെ മരവിപ്പിക്കുന്ന ശൈത്യത്തെയും പുള്ളുകളുടെ ചിലക്കലിനെയും കുയിലിന്റെ കളകൂജനത്തെയും പൂന്തേനിന്റെ മാധുര്യത്തെയും കടുവയുടെ ക്രൗര്യത്തെയും കുറ്റിയുടെ കള്ളനാട്യത്തെയും ചക്രവാകത്തിന്റെ പ്രണയനിഷ്ഠയെയും വേർപ്പെടുത്തിയെടുത്തു. ശേഷം അവയെല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിപ്പിച്ചു. അവസാനം അതുകൊണ്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. ഏകാന്തനായ പുരുഷൻ അത് സമ്മാനിച്ചു. സ്ത്രീ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതിഭാസത്തെ, ആ പ്രഹേളികയെ, അവളുടെ ശരീരവും മനസ്സും അളന്നു തിട്ടപ്പെടുത്താൻ ശ്രമിച്ച ഒരു പൗരാണിക ഭാരത പണ്ഡിതന്റെ ഉജ്ജ്വല ഭാവനയാണിത്. വീർപ്പുമുട്ടിക്കുന്ന ഈ വിവരണത്തിലൂടെ സ്ത്രീയെ പ്രകാശിപ്പിക്കാനാണ് ഈ മഹാപണ്ഡിതൻ ശ്രമിച്ചത്. സ്ത്രീ എന്ന പദം ഏറ്റവും സുന്ദരമാണ്. ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കാവ്യം സ്ത്രീയെ സംബന്ധിച്ചാണ്. ഏറ്റവും ഉത്തമമായ കഥകളും അവളെക്കുറിച്ചാണ്. ശില്പങ്ങളും ശൈലികളും സ്ത്രീ എന്ന പ്രതിഭാസത്തെ അനാവരണം ചെയ്യുന്നവയാണ്. തത്വചിന്തകന്മാരെ ദാർശനിക വിവാഹയസിലേക്ക് ഉയർത്തിയതും രാജാക്കന്മാരെ ചെങ്കോല് വലിച്ചെറിയാൻ പ്രേരിപ്പിച്ചതും അവൾ തന്നെയാണ്. പുത്രഭാവത്തിൽ ആനന്ദമായും കാമുകീഭാവത്തിൽ അനുഭൂതിയായും മാതൃഭാവത്തിൽ രക്ഷകയായും ഭാര്യാഭാവത്തിൽ രമിപ്പിക്കുന്നവളായും ചിലപ്പോൾ രാക്ഷസിയായും മാറുന്ന സ്ത്രീയെ തേടി അലഞ്ഞ മനഃശാസ്ത്രജ്ഞർ ഏറെയുണ്ട്. പുരുഷന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ മരീചിക ആർക്കും പിടികൊടുക്കാതെ വിലസുകയാണോ? തന്നെ പോലെ തന്നെയാണ് സ്ത്രീ എന്നാണ് പല പുരുഷന്മാരും ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഒരു ഉദാഹരണം ഇവിടെ വിവരിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. മൈസൂരിലെ വൃന്ദാവനം എന്ന മനോഹരമായ പൂന്തോട്ടം. സന്ധ്യ മയങ്ങുന്ന സമയത്ത് കേരളീയനായ പ്രദീപ് എന്ന ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്ത് ഷമീറുമൊത്ത് അവിടെ എത്തുന്നു. അതിസുന്ദരമായ വൃന്ദാവനം കാണാനാണ് അവർ രണ്ടുപേരും അവിടെ എത്തിയത്. പരിസരത്തെ സുന്ദര കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പരിസരം മുഴുവനും അലക്തിക ദീപങ്ങളുടെ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചു.
തനിക്കും സുഹൃത്തിനും വർണ്ണിക്കാനാവാത്ത ഒരു അനുഭൂതി. രണ്ടുപേരും ഒന്നും ഉരിയാടാനാകാതെ ആ അഭൗമ സൗന്ദര്യം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിവിധ വർണ്ണത്തിലുള്ള പ്രകാശത്തിൽ വെള്ളം നൃത്തമാടുന്നത് അവരുടെ നയനങ്ങൾക്ക് അവർണ്ണനീയമായ ആനന്ദം പകർന്നപ്പോൾ പ്രദീപിന്റെ മനസ്സ് സൗന്ദര്യത്തിന്റെ വിഹായസിൽ നൃത്തമാടുന്നു. അവാച്യമായ ആ സൗന്ദര്യ പ്രപഞ്ചം ദർശിച്ച അവൻ മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞയെടുക്കുന്നു. എന്തെങ്കിലും താനൊരു വിവാഹിതനായാൽ തന്റെ പ്രാണപേയസിക്ക് ഈ അലൗകിക സൗന്ദര്യം ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. താൻ അറിയുന്ന സരിതയെ തന്നെ അവൻ വിവാഹം കഴിക്കുന്നു. മധുവിധുവിന്റെ വർണ്ണനാളുകൾ കഴിയും മുമ്പേ തന്റെ പ്രതിജ്ഞ അദ്ദേഹം നിറവേറ്റി. പ്രദീപും സരിതയും ആ പൂന്തോട്ടത്തിലെത്തുന്നു. അവർ തൊട്ടുരുമ്മിയിരിക്കുന്നു. പഴയ പോലെ ആലക്തിക ദീപങ്ങൾ മിഴി തുറന്നു. പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവും നൃത്തമാടുന്നതായി പ്രദീപിന് തോന്നി. പ്രേയസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ അതാ ആ ജലഗണത്തിൽ ഒതുങ്ങിക്കൂടി നമ്രമുഖിയായി നിൽക്കുന്നു. നീ ഈ അലൗകിക സൗന്ദര്യം കാണുന്നില്ലേ? ഓ, എന്തൊരു ഭംഗിയാണല്ലേ! സരിത അല്പനേരം മൗനിയായി. തുടർന്ന് അവൾ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: നല്ല ഒരു സാരിയുടെ മാരിവിൽ വർണ്ണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ ഒരു സാരി ഇവിടെയെങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് വാങ്ങിത്തരണം. സ്ത്രീയുടെ ലോകവും പുരുഷന്റെ ലോകവും ഒന്നല്ല എന്ന് ഈ രണ്ട് പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പുരുഷൻ ഇവിടെ ഭൗതിക സൗന്ദര്യം ആസ്വദിച്ചപ്പോൾ സ്ത്രീ തന്നിലേക്ക് തന്നെ മടങ്ങി അവളുടെ സാരിയിലാണ് എത്തിയത്. ഇതുപോലെ നിരവധി അന്തരങ്ങൾ സ്ത്രീയും പുരുഷനും പങ്കുവെക്കുന്നുണ്ട്. പുരുഷനിൽ നിന്നുണ്ടായതാണ് സ്ത്രീയെങ്കിലും മാനസിക ശാരീരിക ഘടനയിൽ അവർ തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. തലച്ചോറിന്റെ വലതുപാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യക്ഷമമാണ്. ഇതിന്റേത് നേരെ വിപരീതമാണ്. അവന്റെ തലച്ചോറിന്റെ ഇടതുപാളിയാണ് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ളത്. അഥവാ ചക്ക പിളർത്തിയതുപോലെ രണ്ട് പാളികളാണ് തലച്ചോറിനുള്ളത്. സാധാരണ മനുഷ്യന്റെ വലതുഭാഗത്തെ തലച്ചോറ് ഇടതുഭാഗത്തെയും ഇടതുഭാഗത്തെ തലച്ചോറ് വലതുഭാഗത്തെയുമാണ് ചേഷ്ടിക്കുന്നത്. ഈ വച്ചുമാറ്റത്തിന്റെ ഫലം എന്താണ്? പുരുഷന്റെ വലതുഭാഗം കൂടുതൽ ചേഷ്ടാനിരതനാകുമ്പോൾ സ്ത്രീയുടെ ഇടതുഭാഗം കൂടുതൽ പ്രവർത്തന നിരതമായി തീരുന്നു. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും മസ്തിഷ്കം നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നു എന്ന് സാരം. സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വാചികവും ഭാവപരവുമായ മാനസിക വ്യാപാരങ്ങൾ മസ്തിഷ്കത്തിന്റെ വലതുവശ നിയന്ത്രണത്തിലാണ്. ശാസ്ത്രീയവും യുക്തിപരവുമായ ചിന്തകളെ തലച്ചോറിന്റെ ഇടതുവശം ശക്തമായി സ്വാധീനിക്കുന്നു. സൂക്ഷ്മ നിരീക്ഷണത്തിന് വലതു മസ്തിഷ്കം കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ബാഹ്യ നോട്ടത്തിന് ഇടതു മസ്തിഷ്കം മുൻതൂക്കം നൽകുന്നു. ഈ വ്യത്യാസം കൊണ്ടാണ് ശാസ്ത്രീയ രംഗത്ത് പുരുഷന്മാർ മേധാവിത്വം ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. മറ്റുള്ളവരുടെ ഉടുപ്പും നടപ്പും ഫാഷനും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ നിരീക്ഷണ പാടവമാണ് കാരണമെന്ന് മനഃശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. സ്ത്രീയുടെ സവിശേഷ നിരീക്ഷണ പാടവം കാരണം വീട്ടിൽ വരുന്ന അതിഥികളെയും സന്ദർശകരെയും തിരിച്ചറിയുവാനുള്ള കഴിവ് ഇവൾക്ക് കൂടുതലായിരിക്കും. അതിഥികൾ വന്ന സമയവും നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ സന്ദർഭവുമെല്ലാം സ്ത്രീയാണ് കൂടുതൽ ഓർമ്മിച്ചു വെച്ച് പറയുന്നത്. ഒരു പുരുഷൻ സ്ത്രീയെ നോക്കുന്നതും സ്ത്രീ പുരുഷനെ നോക്കുന്നതും വ്യത്യസ്ത രൂപത്തിലാണ്. അബോധതലത്തിൽ സ്ത്രീ സ്വരൂപത്തെ ആകെ ലൈംഗിക രൂപമായി സങ്കല്പിച്ചു നോക്കുക എന്നത് പുരുഷന്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് സ്ത്രീയുടെ ശരീരമാകെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ചിഹ്നമായി പരിഗണിക്കപ്പെടുന്നു. അവളുടെ ഓരോ അവയവങ്ങളും പുരുഷനിൽ രതി ഉണർത്തുന്നവയാണ്. ഇത്തരം കാരണങ്ങളാൽ സ്ത്രീയെ തെളിഞ്ഞോ അതിലും കൂടുതൽ ഒളിഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുന്നതും പുരുഷന്റെ പ്രത്യേകതയാണ് എന്ന് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്റെ ഓരോ നോട്ടവും അയാളുടെ മനസ്സിൽ അത്ഭുതങ്ങളുടെ ഒരു മായാലോകം തന്നെ സൃഷ്ടിക്കാൻ പോന്നവയാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നത്. എന്നാൽ സ്വയം വന്ധീകരിക്കാൻ വിധിക്കപ്പെട്ടവളാണെന്ന് അബോധതലത്തിൽ വിശ്വാസമുള്ളതിനാൽ സ്ത്രീക്ക് പുരുഷനെ അയാളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിലാണ് താൽപര്യം എന്നോർക്കണം. അതായത് പുരുഷന്റെ ബാഹ്യ സൗന്ദര്യങ്ങളെക്കാൾ ഏറെ സ്ത്രീ അവന്റെ അന്തരംഗം വിലയിരുത്തി പ്രതികരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുക.
തുളച്ചു കയറുന്ന നോട്ടമാണ് പുരുഷന്റേത്. സ്ത്രീയുടേത് കടക്കണ്ണുകൊണ്ടുള്ള കടാക്ഷമായിരിക്കും. തുറിച്ചു നോക്കുന്നത് പുരുഷ മേധാവിത്വത്തിന്റെ ബഹിർപ്രകടനമാണെന്ന് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ നാൻസി ഹെൻലി എഴുതിയിട്ടുണ്ട്. സ്ത്രീ തലതാഴ്ത്തി നോക്കുകയോ കടം കണ്ണുകൊണ്ട് കടാക്ഷിക്കുകയോ ചെയ്യുന്നത് വിനയത്തിന്റെയോ ലാളിത്യന്റെയോ ചിഹ്നമായാണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റൊരാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്ന സ്വഭാവമുള്ള സ്ത്രീയെ ചാരിത്രശുദ്ധിയില്ലാത്തവളായിട്ടാണ് സാമാന്യജനം വിലയിരുത്തുന്നത്. പക്ഷേ സ്ത്രീയുടെ ഒരു മനോഹരമായ നോട്ടമാണ് കടക്കണ്ണുകൊണ്ടുള്ള മധുരമായ ഒരേറ്. പുരുഷൻ ഏറെ കൊതിക്കുന്നതാണത്. പണ്ടൊരു പാവം കാമുകൻ പാടിയില്ലേ: അമ്പെഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ വില്ലൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞുപോയി. പുരുഷന് സ്ത്രീ ശരീരമാകെ കാമോദ്ദീപകങ്ങളാണെന്ന് പറഞ്ഞല്ലോ. പുരുഷന് സ്ത്രീ ശരീരമാകെ കാമോദ്ദീപങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ അവളെയൊക്കെ നയനം കൊണ്ട് തഴുകുന്നത്, അവളെയാകെ നയനം കൊണ്ട് തഴുകുന്നത്, നോക്കി രസിക്കുന്നത്, നിരീക്ഷിക്കുന്ന സ്വഭാവമാണ് സ്ത്രീക്ക് ഉള്ളത്. ഇങ്ങനെ നോക്കുന്നതും നോക്കപ്പെടുന്നതുമാണ് മാനസിക ബന്ധത്തിന് വഴിമരുന്നിടുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. പുരുഷന്മാർ ഒരു കാര്യം ഓർക്കണം: പുരുഷൻ സ്ത്രീയുടെ നഗ്നരൂപം ഇഷ്ടപ്പെടുന്നത് പോലെ സ്ത്രീ അവന്റെ നഗ്നരൂപം ഇഷ്ടപ്പെടുന്നില്ല. സ്ത്രീയുടെ ചിത്രത്തിൽ പുരുഷൻ സ്ത്രീയുടെ ലൈംഗികാവയവങ്ങളോടാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എങ്കിൽ സ്ത്രീക്ക് ഇതല്ല പഥ്യം. സ്ത്രീ പുരുഷ ചിത്രത്തിലെ തടിച്ചുരുണ്ട തുടകളും അഴകൊഴുകുന്ന പിൻപുറവും ബലിഷ്ഠമായ ആകാര വടിവുമാണ് ആകർഷക ബിന്ദുക്കൾ. അതായത് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും കണ്ണുകൊണ്ട് അളക്കുന്നതിൽ ഏറെ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കി വേണം ഇണകൾ പരസ്പരം ഇണങ്ങാൻ.